ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കിൽ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നിഫ്റ്റി ഇന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തെങ്കിലും പിന്നെ ഡൗൺ ട്രെൻഡ് ആണ് പോയത്. സോ ഇനിയും കണ്ടിന്യൂഡ് ഡൗൺ ട്രെൻഡ് പ്രതീക്ഷിക്കാം. ബാങ്ക് നിഫ്റ്റി കമ്പയർഡ് ടു നിഫ്റ്റി ബെറ്റർ തന്നെയാണ്, ബട്ട് എന്നാലും 0.16% മാത്രമാണ് ഡൗൺ ആയത്. എങ്ങനെയെങ്കിലും സസ്റ്റെയിൻ ചെയ്തു. സോ ഇനിയും നമുക്ക് വെയിറ്റ് ചെയ്യണം, എന്നാലേ മാർക്കറ്റ് എങ്ങനെ പോകും എന്നുള്ളത് കറക്റ്റായിട്ടുള്ളത് ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ടാറ്റ സ്റ്റീൽ ബിഗ്ഗസ്റ്റ് ഗെയിനറായി, ബിഗ്ഗസ്റ്റ് ലൂസർ ആയത് BPCL. നല്ല പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി PSU ബാങ്കും, വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി എനർജി സെക്ടറുമായിരുന്നു. സോ ടോപ്പ് ഗെയിനർ ലിസ്റ്റിൽ ഏതൊക്കെ സ്റ്റോക്കാണ് വന്നിട്ടുള്ളത് നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഫസ്റ്റ് എടുത്ത് പറയേണ്ട സ്റ്റോക്കാണ് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ്. വിത്തിൻ 1 വീക്കിൽ തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നല്ലൊരു സ്റ്റോക്കാണ്. നെക്സ്റ്റ് സ്റ്റെർലൈറ്റ് ടെക് നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്, 7.74%. പേടിഎം തുടർന്ന് നെക്സ്റ്റ് 338 ടാർഗറ്റ് പോകും. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 4.33. അതുപോലെ ഇന്നലെ പറഞ്ഞിരുന്ന സഫയർ ഫുഡ്സ് കുറച്ച് കയറിയിട്ടുണ്ട്, 2.90. ഓക്കെ, ABB എല്ലാം നല്ല കയറിയിട്ടുണ്ട്. പിന്നെ ഡൗൺ പോയ സ്റ്റോക്കുകളിൽ സ്റ്റീൽ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. സോ 14.56% ഡൗൺ ആയിട്ടുണ്ട്. അതുപോലെ MRPL, അദാനി സർവീസസ്, GMR ഒക്കെ താഴേക്കാണ് പോയിരിക്കുന്നത്. സോ ലാസ്റ്റ് വീക്കിൽ ഏതൊക്കെ സ്റ്റോക്കിലാണ് ഡിസ്കസ് ചെയ്തത് എന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് ഈ ഒരു ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു, നല്ല ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അതുപോലെ ധൻ ബാങ്ക് ഡിസ്കസ് ചെയ്തിരുന്നു, 50 റുപ്പീസ്, 3.70% ഡൗൺ ആയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ കയറി വരും. 60 റുപ്പീസാണ് ടാർഗറ്റ്, വെയിറ്റ് ചെയ്യുക. നെസ്കോ 0.62% കയറിയിട്ടുണ്ട്. നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 1000 ആണ്. ഹുഡ്കോ 196 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ 200 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 250 വരെ ടാർഗറ്റ് പോകാൻ സാധ്യതയുണ്ട്. സീല് 200 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 300 വരെ പോകാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ്. ഈ ഒരു 5 സ്റ്റോക്കിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇനി ഏതൊക്കെ സ്റ്റോക്കിൽ ബ്രേക്ക്ഔട്ട് തരും? ആദ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റോക്കിൽ നോക്കാം. 400 രൂപയിൽ താഴെ ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണ് നോക്കാം. അതിൽ ഫസ്റ്റ് ഗുജറാത്ത് പീപ്പാവർ പോർട്ട്, സോ 198 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 200 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 215 വരെ പോകാൻ സാധ്യതയുണ്ട്. JSW ഇൻഫ്രാസ്ട്രക്ചർ 233 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. 230 സ്റ്റോപ്പ് ലോസ് വെക്കുക, 252 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. NTPC തേർഡ് സ്റ്റോക്ക് 336 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ 365 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇനിയും താഴേക്ക് പോവുകയാണ്, 330ക്ക് താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ 280 റുപ്പീസിൽ കറന്റ് ട്രേഡ് ചെയ്യുന്നു. 290 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 300 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. അതല്ല 275ക്ക് താഴേക്ക് പോവുകയാണെങ്കിൽ 270 അല്ലെങ്കിൽ അതിൻ്റെ താഴേക്ക് പോവുകയാണെങ്കിൽ അവോയ്ഡ് ചെയ്യുക. ദെൻ അദാനി സർവീസസ്, അദാനി വിൽമാർ 361 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 402 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 438 വരെ പോകാൻ സാധ്യതയുണ്ട്. 345ക്ക് താഴെ പോവുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് 400 രൂപയ്ക്ക് താഴെ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ. ഇതല്ലാതെ ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ളതിൽ
ഏതൊക്കെയാണ് 5 സ്റ്റോക്കിലാണ് നോക്കുക. അതിൽ ഫസ്റ്റ്, അതിൽ മുന്നേ ഒരു ഡിസ്ക്ലെയിമർ ആവർത്തിക്കുന്നു, ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. സോ നിങ്ങൾ ഈ സ്റ്റോക്കിലെല്ലാം തന്നെ ടെക്നിക്കലായിട്ടും ഫിനാൻഷ്യലായിട്ടും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ, വാല്യുവേഷൻ എല്ലാം ചെക്ക് ചെയ്തിട്ട്, പിന്നെ സെക്ടർ എങ്ങനെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്, ആ സെക്ടറിന് എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് ഉണ്ടോ, ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ ആ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇതെല്ലാം മാർക്കറ്റ് ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ 2 weeks to 1 month ആണ് ടൈം ഫ്രെയിം വരുന്നത് സ്വിംഗ് ട്രേഡിങ്. സോ ഇന്ന് പറഞ്ഞ് നാളെ ഡൗൺ ആയിരുന്നെങ്കിൽ ഇന്ന് പറഞ്ഞ് നാളെ കയറിയെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. സോ 1 month മാക്സിമം ആണ് അതിൻ്റെ ഒരു ടൈം ഫ്രെയിം വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ടാർഗറ്റ് ഹിറ്റ് ആവുന്നതായിരിക്കും. സോ അതിൽ ഫസ്റ്റ് വരുന്ന സ്റ്റോക്ക് ഗുജറാത്ത് അംബുജ എക്സ്പോർട്സ്. സോ 404 rupees ട്രേഡ് ചെയ്യുന്നു. 420 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 520 വരെ പോകാൻ സാധ്യതയുണ്ട്. 100 points ഉയരാൻ സാധ്യതയുണ്ട്. 24% ആണ് വൈസ് നോക്കിയാൽ. ഹൊറിസോണ്ടൽ ബ്രേക്ക് ഔട്ടും പിന്നെ നല്ല വോളിയം വൈസ് നല്ല ഉയർന്നിട്ടുള്ള നല്ലൊരു സ്റ്റോക്കാണ്. പിരാമൽ എന്റർപ്രൈസസ് 922 rupees ട്രേഡ് ചെയ്യുന്നു. സോ 962 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1050 വരെ പോകാൻ സാധ്യതയുണ്ട്. 19% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വെസ്റ്റ് ലൈഫ് ഡെവലപ്മെന്റ്. സോ ഈ ഒരു വെസ്റ്റ് ലൈഫ് 830 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1000 വരെ പോകാൻ സാധ്യതയുണ്ട്. 20% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റിൽ 3rd പ്ലേസിൽ വരുന്നു. പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് 1190 rupees ട്രേഡ് ചെയ്യുന്നു. സോ നല്ലൊരു റീട്രേസ് ചെയ്ത് മുകളിൽ കയറുന്നുണ്ട്. 1225 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1500 വരെ പോകാൻ സാധ്യതയുണ്ട്. 22% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ടി മാർട്ട് അല്ലെങ്കിൽ അവന്യൂ സൂപ്പർ മാർട്ട് എന്ന് വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കാണ് 3836 rupees ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ 4400 വരെ പോകുമെന്നാണ് എക്സ്പെക്ടേഷൻ. 10% ഉയരാൻ സാധ്യതയുണ്ട്. ഇതിൽ നമ്മൾ ഒരു 10 സ്റ്റോക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റോക്കിലും അതുപോലെ തന്നെ അല്ലാതെ പ്രൈസി സൈഡ് ആയിട്ടുള്ള സ്റ്റോക്കിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ സ്വിംഗ് ട്രേഡിങ് വേറെ ഏതൊക്കെ സ്റ്റോക്കിൽ ഫോക്കസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ കമൻസിൽ രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്കും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസ് ഒത്തിരി കൊടുക്കുന്നുണ്ട്. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ടിപ്സുകൾ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുന്നു. സോ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ യൂട്യൂബ് ചാനൽ മാത്രം നോക്കുന്നുണ്ട്. ബട്ട് അതിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇൻട്രാഡേ കോൾസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇൻട്രാഡേ ഓപ്ഷൻസ്, അപ്പോൾ അതും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതും കൂടി ചെക്ക് ചെയ്യുക. നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. നന്ദി, നമസ്കാരം.